വയനാടിന് തൊട്ടടുത്താണ് തമിഴ്നാട് നീലഗിരി ജില്ലയിലെ ചേരമ്പാടി എന്നൊരു പ്രദേശം. എന്താ പറയാൻ കാര്യം? അവിടെ വെൻവർത്ത എന്ന ടീ എസ്റ്റേറ്റിൽ പഴശ്ശിരാജയുടെ കാലത്തെ ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന അത്ഭുത കാഴ്ചയുണ്ട്. സ്കേൻ ആ കാഴ്ചയെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർ സുർജിത് അയ്യപ്പത്തും സംഘവും. ചേരമ്പാടിയിൽ ഹാരിസൺ മലയാളത്തിൻ്റെ വെൻവർത്ത് എസ്റ്റേറ്റിലാണ് ഞാനുള്ളത്. 1300 ഹെക്ടർ വലിപ്പമുള്ള എസ്റ്റേറ്റ്. ഇതിനകത്ത് ഒരു ചരിത്രം ഒളിഞ്ഞുകിടപ്പുണ്ട്. പഴശ്ശിരാജാവിൻ്റെ ചരിത്രം. പഴശ്ശി ചരിത്രം ഉറങ്ങുന്ന ആ ഗുഹയുള്ള എസ്റ്റേറ്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. എസ്റ്റേറ്റിലെ ഫാക്ടറിയുടെ ഏതാണ്ട് നടക്കാവുന്ന അകലത്തിലാണ് ഗുഹയുള്ളത്. ഗുഹയ്ക്കകത്തേക്ക് നമ്മൾ കയറുകയാണ്. പൂർണ്ണമായും ഇരുട്ടാണ് ഈ ഗുഹയ്ക്ക് അകത്ത്. ഇതിനകത്തേക്ക് കിടക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ നൂണ്ട് കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്, ചില ഭാഗങ്ങളിൽ നിൽക്കാനാകുന്ന വിധത്തിലുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ ഗുഹയുടെ ഒരു കിടപ്പ്. പൂർണ്ണമായും കല്ല്, ചെങ്കല്ല് പോലത്തെ കല്ലാണ് അതിനകത്തുണ്ടാക്കിയ ഗുഹയാണ്. എന്തായാലും നരിച്ചീറുകളാണ് ഞങ്ങളെ സ്വാഗതം ചെയ്തത്. മാസങ്ങളായിട്ട് നടന്നിട്ടും ഇത് കാണാൻ പറ്റിയിട്ടില്ല. കാരണം വെച്ചാൽ അതിൻ്റെ ബിഗൈൻഡ് ദ സ്റ്റോറി ഇത് ബേസിക്കലി ഒളിപ്പോറിൻ്റെ ഒരു സംഭവം. എൻട്രൻസ് കുഞ്ഞു എൻട്രൻസ് ആയിരുന്നു. ഇതപ്പോൾ നമുക്കിത് പെട്ടെന്ന് പുറത്ത് കാണത്തില്ലായിരുന്നു. പിന്നെ ആഫ്റ്റർ ഒരു 10-15 ഡേയ്സ് കഴിഞ്ഞിട്ട് ഒരു പുള്ളി പറഞ്ഞു ഞാൻ അകത്ത് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കയ്യോടെ 2 പേരും ആ പുള്ളിയെ പൊക്കിക്കൊണ്ട് വന്നിട്ട് കാണിച്ചു തന്നു പറഞ്ഞിട്ട് അങ്ങനെയാണ് അതിനകത്ത് കയറി വന്നത്. ബേസിക്കലി ഒരു ഒളിപ്പോർ അല്ലെങ്കിൽ ഗൊറില്ലാവരുടെ ഒരു ഹൈഡ് ഔട്ട് ആയതുകൊണ്ട് ഇതൊരു 5 എൻട്രൻസ് മോഡലിലാണ് ഇത് ഡെവലപ്പ് ചെയ്തപ്പെട്ടത്. ഇതിനകത്തേക്ക് കയറി വഴി ഇവിടെ രണ്ടാവുകയാണ്. ഇത് ശരിക്ക് ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി അന്ന് ചെയ്തൊരു തന്ത്രമാകാം എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. ഒരു ഭാഗത്തേക്ക് പോയാൽ ഏതാണ്ട് ഒരു 100 മീറ്റർ അവിടെ വഴി അടയുന്നു. മറുഭാഗത്ത് 2.5 കിലോമീറ്ററോളം ദൂരമുണ്ട്. നേരെ എത്തുന്നത് നിലമ്പൂർ കാടുകളിലേക്കുള്ളൊരു പാത്ത് എന്നുള്ള തരത്തിലാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത്. കാരണം നമുക്ക് ആ വഴി ജസ്റ്റ് ഒന്ന് പോകാം, അത് ഒരുപാട് ദൂരം പോകാൻ കഴിയുകയില്ല എന്നുള്ളൊരു പ്രതിസന്ധിയുണ്ട്. ഒരുപക്ഷെ വന്യമൃഗങ്ങളുടെ സാധ്യത ഒന്നും തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ദൂരം പോയിട്ട് ഇവിടേക്ക് മടങ്ങി വരും. നമ്മൾ അതിനകത്തേക്ക് കയറാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ നിന്ന് ഇഴഞ്ഞു പോകണം. അത് നമുക്ക് സാധ്യമില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ് അല്ലേ? ഇഴഞ്ഞു പോകണമല്ലേ അവിടെ? ഇതിൽ ഇളഞ്ഞു പോകണം. ഒരു ചെറിയ വലിയുണ്ട്. ഒരു 10 വയസ്സ് കുട്ടി പോകുന്ന ഒരു ചെറിയ വലിയുണ്ട്. നമുക്ക് പോകാൻ പറ്റില്ല, നമുക്ക് ജസ്റ്റ് കാണാം. ഇത് വെള്ളാരങ്കല്ലാണ്. ഇവിടെ മൊത്തം ചെങ്കല്ല് കൂടാതെ വെള്ളാരങ്കല്ല് ഇതിൻ്റെ ഭിത്തിക്ക് വേണ്ടി ഉപയോഗിച്ചത് നമുക്ക് കാണാൻ കഴിയും. അന്നത്തെ കാലത്ത് ഈ വെടി സാധനങ്ങളുടെ നിർമ്മാണത്തിനൊക്കെ വേണ്ടി വെള്ളാരങ്കല്ല് ധാരാളം ഉപയോഗിച്ചിരുന്നതാണ്. പീരങ്കി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, ഒപ്പം തന്നെ തോക്കിലെ വെടിയുണ്ട അതിൽ ഉപയോഗിക്കാൻ വേണ്ടിയൊക്കെ വെള്ളാരങ്കല്ലുകൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് ചരിത്രം പറയുന്നുണ്ട്. എന്തായാലും വെള്ളാരങ്കല്ലുകളുടെ ഒരു കൂടാരം കൂടി ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമ്മുടെ പഴശ്ശിരാജാൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഡോക്ടറായ കൊച്ചു തമ്പുരാട്ടിയായ ശുഭ വർമ്മ അവർ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൂടുതലായിട്ട് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചരിത്രത്തിലേക്കുള്ള വെളിച്ചമാണ് ചേരമ്പാടിയിലെ ഈ ഗുഹ. കേവ് ടൂറിസത്തിൻ്റെ സാധ്യതകൾ എല്ലായിടത്തും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അത് ഇവിടെയും പ്രയോജനപ്പെടുത്തുമെന്നാണ് എസ്റ്റേറ്റ് അധികൃതർ പറയുന്നത്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.